രാജേഷ് പറമ്പിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഓണനാളുകളെ വരവേൽക്കാനായി ഓണനാളുകളുടെ ആദ്യ ദിനമായ അത്തത്തിൽ തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ ഓണത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാജേഷ് പറമ്പിലിൻ്റെ ഈ റിപ്പോർട്ട്. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്നും പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ നൽകിയ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. കുന്നമംഗലം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്നും പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് അടുത്ത മാസം 5 മാറ്റിയതായി അറിയിച്ചത്. കുന്നമംഗലം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 11 കൽപ്പറ്റ അഡ്ലൈഡ് സ്വദേശി വിശ്വനാഥനെ മെഡിക്കൽ കോളേജ് വളപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കോഴിക്കോട് ജില്ലാ കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിനെതിരെയാണ് സഹോദരൻ വിനോദ് ഹർജി നൽകിയത്. ആൾക്കൂട്ട വിചാരണ മൂലമുള്ള മനോവിഷമത്തിലാണ് വിശ്വനാഥൻ ജീവനൊടുക്കിയതെന്നായിരുന്നു ആരോപണം. എന്നാൽ മരണം ആൾക്കൂട്ട വിചാരണയെ തുടർന്നല്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇതിനെതിരെയാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. കേസ് ഓഗസ്റ്റ് 5 വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.